എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഓണിയൻ പക്കോടയുടെ റെസിപ്പിയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ബെല്ലൈക്കൺ അമർത്തി ആ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കാൻ നോക്കില്ല. അതിനായിട്ട് ഞാൻ ഒരു 2 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലെ ഈ തണ്ടൊക്കെ ഇതുപോലെ കളയുക. എന്നിട്ട് നമ്മളിതുപോലെ നീളത്തിൽ നൈസായിട്ട് ഇത് അരിഞ്ഞെടുക്കുക. അപ്പോൾ നല്ലതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുക്കുക. ഇതുപോലെയാണ് ഞാൻ ഓണിയൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. 2 ഓണിയനും കട്ട് ചെയ്തിട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കൈകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഞാൻ വേണ്ടി അതിൻ്റെ ഇതളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ഒരുവിധം. പിന്നെ അതിലേക്ക് ഒരു 4 പച്ചമുളക് പൊടിയായി അരിഞ്ഞത്, പിന്നെ ചെറിയ പീസ് ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, പിന്നെ 2 തണ്ട് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കൊടുക്കുന്നത് ഒരു 100 ഗ്രാം അരിപ്പൊടിയാണ്, അതായത് നമ്മൾ പത്തിരിയൊക്കെ പൊടിക്കുന്ന ആ പൊടി. പിന്നെ അതിലേക്ക് മൈദയാണ് ചേർക്കുന്നത്, അതിൻ്റെ പകുതി ഒരു 50-60 ഗ്രാം ഉണ്ടാവും. പിന്നെ ആവശ്യത്തിന് എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അല്പം ഗരം മസാല വേണ്ടാത്തവർക്ക് വേണ്ട. പക്ഷേ ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇനി പെരുംജീരകത്തിൻ്റെ പൊടിയാണ്, നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 3 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ഏതിലാണോ പൊരിച്ചെടുക്കുന്നത് അതേ ഓയിലാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ്. എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് പതുക്കെ ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം. അധികം ലൂസായി പോകണ്ട. അപ്പോൾ നമ്മൾക്ക് ഈ ഓണിയൻ തിന്നായി അരിഞ്ഞതിന് ശേഷം അതിലേക്ക് പൊടികൾ കൃത്യമായിട്ട് ചേർക്കണം. ഒരുപാട് പൊടികളായി കഴിഞ്ഞാൽ അത് ഉള്ളു വേവാതെ കിട്ടും. പിന്നെ അതിൽ നമ്മൾ ഓയിലൊക്കെ ചേർത്ത് കൊണ്ട് തന്നെ നല്ല ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ടും വേവാതെയൊന്നും ഇരിക്കില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് നേരെ പൊരിച്ചെടുക്കാം. അതിനായിട്ടൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ ഇങ്ങനെ ചെറിയ പീസായിട്ട് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതൊന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടണം. എന്നിട്ട് ഇതിങ്ങനെ കൈകൊണ്ട് ഇട്ട് കൊടുക്കുക. ഇതിന് പിന്നെ ഷേപ്പൊന്നും വേണ്ടല്ലോ. ഓണിയൻ പക്കോട നമുക്കറിയാവുന്നതാണ്. നമ്മുടെ നാട്ടിൻപുറത്ത് ചായക്കടകളിലൊക്കെ നമ്മൾ ചില്ലലമാരിയിലൊക്കെ പണ്ട് കണ്ടിട്ടുണ്ടാവും. ഇപ്പോഴും നമ്മുടെ ബേക്കറികളിലൊക്കെ കിട്ടും. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. മാവ് ഇതിൽ ഒരിക്കലും അധികം ചേർക്കരുത്. ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളു വേവാതെ ഓണിയൻ പച്ച കടിക്കും. അപ്പോൾ നമ്മൾ ഈ കണക്കിൽ ചെയ്താൽ മതി. പിന്നെ അതിലേക്ക് നമ്മൾ നിർബന്ധമായിട്ട് ആ പെരുംജീരകത്തിൻ്റെ പൊടി ചേർക്കുക. പിന്നെ നമ്മൾ കടലപ്പൊടി കൊണ്ട് നമ്മൾ ഓണിയൻ പക്കോട ഉണ്ടാക്കേണ്ടത്. അത് ഇതുപോലെ ക്രിസ്പി ആവില്ല, കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് സോഫ്റ്റ് ആവും. ഇതൊരു 2 ദിവസം വരെ നമുക്ക് ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ ബാക്കി ഓണിയൻ പക്കോട കൂടി ഇതുപോലെ ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരത്തെ ചായക്കടിക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഓണിയൻ പക്കോട രണ്ടാമത് ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 2 ഓണിയനും അല്പം അരിപ്പൊടിയും ഓയിലും ഉണ്ടെങ്കിൽ നമുക്കിത് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിൽ ആ പെരുംജീരകത്തിൻ്റെ പൊടി നിർബന്ധമായിട്ടും ചേർക്കുക. നല്ലൊരു ഫ്ലേവർ, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വീണ്ടും നല്ല വീഡിയോയുമായിട്ട് കാണാം. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനി ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഡെക്കറേഷന് വേണ്ടി കുറച്ച് കരിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വറുത്തിട്ട്. ഇനി അതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. താങ്ക് യു.